HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, ദിയ, നേഹ സനിൽകുമാർ, അനാമിക. അമേയ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. വിഴിഞ്ഞത്തിന്റെ പെൺകരുത്ത ലോകശ്രദ്ധയിൽ. 43 ലക്ഷം കിലോ റേഷനരി മറിച്ചു. ആശമാർക്ക് 1000 രൂപ മാത്രം. 93ാമത് ശിവഗിരി തീർത്ഥാടന കമ്മിറ്റി ഓഫീസ് സ്വാമി സച്ചിദാനന്ദ ഉദ്ഘാടനം ചെയ്തു. US-ലെ പലിശ കുറയ്ക്കൽ, ദീർഘകാല നേട്ടം പ്രതീക്ഷിച്ച് ഇന്ത്യ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. വിഴിഞ്ഞത്തിന്റെ പെൺകരുത്ത ലോകശ്രദ്ധയിൽ. ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ച വിഴിഞ്ഞം തുറമുഖത്തെ ക്രെയിൻ ഓപ്പറേറ്റർമാരായ വനിതകൾ. മുംബൈയിൽ നടക്കുന്ന ഇന്ത്യൻ മാരിടൈം വീക്ക് 2025 അദാനി തുറമുഖ കമ്പനിയുടെ സ്റ്റാളിൽ വിഴിഞ്ഞം തുറമുഖത്തെ ഓട്ടോമേറ്റഡ് ക്രെയിനുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രദർശനമുണ്ട്. ഈ ക്രെയിനുകൾ നിയന്ത്രിക്കുന്ന വനിതകളാണ് സന്ദർശകർക്ക് ഇവയുടെ പ്രവർത്തനം വിശദീകരിക്കുന്നത്. ലോകത്തു തന്നെ ഒരു തുറമുഖത്തിന്റെ ക്രെയിൻ ഓപ്പറേറ്റർമാരിൽ ഭൂരിഭാഗവും തദ്ദേശീയരായ വനിതകളാണെന്നത് അപൂർവമാണ്. വിഴിഞ്ഞത്തെ തുറമുഖത്തെ ക്രെയിനുകൾ നിയന്ത്രിക്കുന്ന യന്ത്രഭാഗങ്ങൾ മുംബൈയിലെത്തിച്ചിട്ടുണ്ട്. 43 ലക്ഷം കിലോ റേഷനരി മറിച്ചു. സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യേണ്ട അരിയിൽ 43 ലക്ഷം കിലോഗ്രാം 4 വർഷം കൊണ്ട് കരിഞ്ചന്തക്കാർ തട്ടിയെടുത്തു. കടത്താനായി ഗോഡൌണുകളിൽ സൂക്ഷിച്ച 75 കിലോയും കടത്തിയതിൽ നിന്ന് 1.30 ലക്ഷം കിലോയും ഉദ്യോഗസ്ഥർ തിരിച്ചുപിടിച്ചു. സപ്ലൈകോയുടെയും ഭക്ഷ്യപൊതുവിതരണ വകുപ്പിന്റെയും വിവിധ ഓഫീസുകളുടെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് മനോരമ വിവരാവകാശ രേഖയിൽ വഴി കണ്ടെത്തിയത്. ആശമാർക്ക് 1000 രൂപ മാത്രം. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണിച്ചേറിയം 7000 രൂപയിൽ നിന്നും 8000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇത് 21000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആശമാർ സമരം ചെയ്യുന്നത്. 26125 പേർക്കാണ് വർധനയിലൂടെ നേട്ടമുണ്ടാകുക. 93ാമത് ശിവഗിരി തീർത്ഥാടന കമ്മിറ്റി ഓഫീസ് സ്വാമി സച്ചിദാനന്ദ ഉദ്ഘാടനം ചെയ്തു. 93ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിന്റെ മുന്നോടിയായി തീർത്ഥാടന കമ്മിറ്റി ഓഫീസ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്തു. ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭംകാനന്ദ, തീർത്ഥാടന കമ്മിറ്റി സെക്രട്ടറി സ്വാമി ശാരദാനന്ദ, മുൻ ജനറൽ സെക്രട്ടറി സ്വാമി ഋതംഫരാനന്ദ, തീർത്ഥാടന കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി സ്വാമി വിരജനാനന്ദ, സ്വാമി സുഹൃത്താനന്ദ, മറ്റ് സന്യാസി ശ്രേഷ്ഠർ, വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുന്ദരേശൻ, വിവിധ കമ്മിറ്റി ഭാരവാഹികൾ, രക്തജനങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. US-ലെ പലിശ കുറയ്ക്കൽ, ദീർഘകാല നേട്ടം പ്രതീക്ഷിച്ച് ഇന്ത്യ. അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് 0.25% കുറച്ച് ഇന്ത്യക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുമെന്ന് ധനകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നു. അമേരിക്കയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ വായ്പയെടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിക്ഷേപകർ ഇന്ത്യ പോലെ പലിശ കൂടുതൽ ലഭിക്കുന്ന വിപണികളിൽ നിക്ഷേപിക്കും എന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് ശരാശരി 12% ആദായം കിട്ടുന്നുണ്ട്. കേരള സ്കൂൾ കായികമേള. തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാർ. അനന്തപുരിയുടെ കായിക കുതിപ്പിന് 117.5 പവന്റെ പ്രഭ. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിച്ച സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആദ്യമായി ഏർപ്പെടുത്തിയ ചീഫ് മിനിസ്റ്റേഴ്സ് കപ്പ് സ്വർണക്കപ്പ് തിരുവനന്തപുരം കയ്യിലൊതുക്കി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കപ്പ് സമ്മാനിച്ചു. അടുത്ത വർഷം മേള കണ്ണൂരിൽ നടക്കും. 203 സ്വർണവും 147 വെള്ളിയും 171 വെങ്കലവും അടക്കം 1825 പോയിന്റോടെയാണ് തുടർച്ചയായ 2ാം തവണയും തിരുവനന്തപുരം ഓവറോൾ കിരീടം നേടിയത്. 892 പോയിന്റുമായി തൃശൂർ റണ്ണറപ്പായി. കണ്ണൂരാണ് 3ാം സ്ഥാനത്ത്. അത്ലറ്റിക്സിൽ തുടർച്ചയായ 2ാം തവണയും മലപ്പുറം ചാമ്പ്യന്മാരായി. അവസാന ദിനം വരെ ഒപ്പത്തിനൊപ്പം പൊരുതിയ പാലക്കാട് 2ാമതായി.
കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്തായിരുന്ന എറണാകുളം 7-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. സെഞ്ചുറി നേടി ജമീമ റെക്കോർഡിന് വിജയശില്പി. വനിതാ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വലിയ റൺ ചേസ് വിജയമെന്ന റെക്കോർഡോടെ ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് തോൽപ്പിച്ച ഇന്ത്യൻ ലോകകപ്പ് ഫൈനലിൽ നവി മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയ ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യമായ 399-ന് മറുപടിയായി 134 പന്തിൽ 14 ഫോറുകളും സഹിതം 127 റൺസ് നേടി പുറത്താകാതെ നിന്ന ജമീമ റെക്കോർഡ്സാണ് ഇന്ത്യയുടെ അവിശ്വസനീയമായ വിജയത്തിലെത്തിയത്. ഏകദിന കരാറിൽ 25-കാരിയായ ജമീമയുടെ 3-ാം സെഞ്ചുറിയാണിത്. ലോകകപ്പിൽ ആദ്യത്തെയും. തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ. 62 ലക്ഷം പേർ വാങ്ങുന്ന ക്ഷേമ പെൻഷൻ 400 രൂപ കൂട്ടി 2000 രൂപയാക്കിയും സർക്കാർ ജീവനക്കാർക്ക് 1 ഗഡു ക്ഷേമ ഭത്ത കുടിശ്ശിക അനുവദിച്ചും മറ്റു വിവിധ മേഖലകളിൽ വേതനം വർദ്ധിപ്പിച്ചും തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി സർക്കാർ വക ആനുകൂല്യ പ്രഖ്യാപനങ്ങളുടെ പെരുമഴ. എലിപ്പനി കൂടുന്നു. കേരളത്തിൽ എലിപ്പനി മരണങ്ങൾ വർദ്ധിക്കുന്നു. തലസ്ഥാന ജില്ലയിൽ മാത്രം ഈ വർഷം 32 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്താകെ 310 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഒറ്റ ക്ലിക്കിൽ ക്ഷേത്ര വിവരങ്ങൾ ലഭ്യമാക്കണം എന്ന് ഹൈക്കോടതി. ക്ഷേത്രങ്ങളുടെ ചിത്രങ്ങൾ ഓൺലൈനിൽ നൽകുന്നതല്ല ഡിജിറ്റലൈസേഷൻ എന്നും മികച്ച സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ ക്ഷേത്രങ്ങളിലെ ടെൻഡറുകൾ മുതൽ വഴിപാട് രസീത് വരെയുള്ള വിവരങ്ങൾ ഒറ്റ ക്ലിക്കിൽ ലഭ്യമാക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്യേണ്ടതെന്നും ഹൈക്കോടതി. അമീബിക് മസ്തിഷ്ക ജ്വരം കോളിഫോമും കാരണമാകാം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവർ ഏറുമ്പോൾ ആശങ്കയായി ജലാശയങ്ങളിലെ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം. കിണറുകളിലടക്കം കോളിഫോം ബാക്ടീരിയ കാണപ്പെടുന്നുണ്ട്. അടുത്തിടെ രോഗബാധ സ്ഥിരീകരിച്ച പല സ്ഥലങ്ങളിലും നടത്തിയ പരിശോധനയിൽ ഇവയെ കണ്ടെത്തിയതായി ആരോഗ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതർ പറയുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കാൻ കോളിഫോം ബാക്ടീരിയകളുടെ സാന്നിധ്യവും ഒരു കാരണവുമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒക്ടോബറിൽ മാത്രം സംസ്ഥാനത്ത് 54 പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത്. 8 പേർ മരിക്കുകയും ചെയ്തു. ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന കല്ലറ തെങ്ങങ്കോട് മാധവി വിലാസത്തിൽ സരസമ്മ മരിച്ചു. ഒരാഴ്ച മുമ്പാണ് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബുധനാഴ്ച രാത്രി മരിച്ചു. രോഗബാധിത ഉണ്ടായത് എങ്ങനെയെന്ന് കണ്ടെത്തിയിട്ടില്ല. നെല്ലെടുപ്പ് തീരുമാനം അലസി. സംസ്ഥാനത്ത് സപ്ലൈകോ നെൽ സംഭരണികളിൽ സ്തംഭനാവസ്ഥ തുടരുന്നു. 2 ദിവസത്തിനകം സംഭരണം തുടങ്ങാൻ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ ധാരണയായി എങ്കിലും ഇതിലെ അരി നെല്ല് അനുപാതം മില്ലുകൾ അംഗീകരിച്ചിട്ടില്ല. ഇതോടെയാണ് തീരുമാനം അലസിയത്. KSRTCയിൽ സ്ഥിര നിയമനം നടന്നിട്ട് 12 വർഷം. ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഒരു സ്ഥിര നിയമനം പോലും നടത്താതെ KSRTC 2013 ശേഷം മുഴുവൻ തസ്തികകളിലേക്കും നിയമനം നടത്തിയത് ദിവസവേതന അടിസ്ഥാനത്തിൽ. ഓരോ വർഷവും വലിയ കുറവാണ് ജീവനക്കാരുടെ എണ്ണത്തിൽ KSRTCയിൽ ഉണ്ടാകുന്നത്. PSC വഴി അവസാനമായി നിയമനം നടന്നത് 2013. അന്ന് ആകെ ഉണ്ടായിരുന്നത് 44,418 സ്ഥിരം ജീവനക്കാർ. വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ ഫൈനലിൽ. വനിതാ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വലിയ റൺ ചേസ് വിജയം എന്ന റെക്കോർഡോടെ ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് തോൽപ്പിച്ച ഇന്ത്യ ലോകകപ്പ് ഫൈനലിൽ. നവി മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയ ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യമായ 339-ന് മറുപടിയായി 134 പന്തിൽ 14 ഫോറുകൾ സഹിതം 127 റൺസ് നേടി പുറത്താകാതെ നിന്ന ജമീമയാണ് ഇന്ത്യയെ അവിശ്വസനീയമായി വിജയത്തിലെത്തിച്ചത്. ഏകദിന കരിയറിൽ 25-കാരി ജമീമയുടെ 3-ാം സെഞ്ചുറിയാണിത്. ലോകകപ്പിൽ ആദ്യത്തേതും. റഫാലിലും പറന്ന രാഷ്ട്രപതി. റഫാലിലെ പറക്കൽ എനിക്ക് മറക്കാനാവാത്ത അനുഭവമായിരുന്നു. ഇത് രാജ്യത്തിൻ്റെ പ്രതിരോധ ശേഷികളിൽ എന്നിൽ അഭിമാനബോധം വളർത്തി. അംബാല വ്യോമ സ്റ്റേഷനിലെ സന്ദർശക പുസ്തകത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു കുറിച്ചു. ബുധനാഴ്ച രാവിലെയാണ് രാഷ്ട്രപതിയുമായി റഫാൽ പറന്നുയർന്നത്. 30 മിനിറ്റ് രാഷ്ട്രപതി വിമാനത്തിൽ ചെലവഴിച്ചു.
2023 സുഖോയ് 30 MKIയിലും അവർ പറന്നിരുന്നു. ഇതോടെ വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങളിൽ പറന്ന ആദ്യ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. വിഴിഞ്ഞത്തിന്റെ പെൺകരുത്ത ലോകശ്രദ്ധയിൽ. 43 ലക്ഷം കിലോ റേഷനരി മറിച്ചു. ആശമാർക്ക് 1000 രൂപ മാത്രം. 93ാമത് ശിവഗിരി തീർത്ഥാടന കമ്മിറ്റി ഓഫീസ് സ്വാമി സച്ചിദാനന്ദ ഉദ്ഘാടനം ചെയ്തു. US-ലെ പലിശ കുറയ്ക്കൽ ദീർഘകാല നേട്ടം പ്രതീക്ഷിച്ച് ഇന്ത്യ. sa sa da sa ni da pa ni da ma ga ma ga re sa. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga ma ga re sa. പോയ വാരത്തിലെ വിജയി. വിജയികളില്ല. sa sa da sa ni da pa ni da ma ga ma ga re sa. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് ആര്? സച്ചിദാനന്ദ സ്വാമി. sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഏത് ജില്ലയ്ക്കാണ് ഓവറോൾ കിരീടം ലഭിച്ചത്? sa sa da sa ni da pa ni da ma ga ma ga re sa. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga ma ga re sa. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.